കൊച്ചിയുടെ ഈ തിരക്കിൽ നിന്നും ശാന്തമായ ഒരു പ്രഭാതമോ സായാഹ്നമോ നിങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സെലക്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കടമക്കുടി. എൻ്റെ യാത്രകൾ ടീം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കടമക്കുടിയിലെ വിശേഷങ്ങളാണ്. എടപ്പള്ളിയിൽ നിന്ന് വെറും 11 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സുന്ദരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 14ഓളം ദ്വീപ് സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കടമക്കുടി എന്ന് പറയുന്ന സ്ഥലം. കടമക്കുടിയിലെ കാഴ്ചകൾ ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലുമാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ഫേമസ് ആയ കടമക്കുടി വ്യൂ പോയിന്റിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വിശാലമായൊരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. ഒരു വാക്ക് വേ ഒക്കെ ന്യൂലി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോഗ്യ സംരക്ഷണാർത്ഥം ഇവിടെ കുറേ ജിം എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകളുടെ വരവ് പ്രമാണിച്ച് ഇവിടെ നല്ല ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. കടമക്കുടിയിലെ ബോട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. ഇതിപ്പോൾ നമ്മുടെ കടമക്കുടി മച്ചാൻ എന്ന് പറയുന്ന ബോണ്ട് ചേട്ടനാണ്. ഈ ചേട്ടനോട് ചോദിക്കാം, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, ഏത് സമയത്തൊക്കെ വരുന്നതായിരിക്കും? ഇത് മോർണിംഗ് വൈബ് ഉണ്ട്. ഇപ്പം നിങ്ങൾ മോർണിംഗ് അല്ലേ വന്നത്, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട മോർണിംഗ്? നല്ല രസമുണ്ട്. ഏകദേശം നമുക്ക് ഒരു വൈകിട്ട് ഒരു 4 മണി തുടങ്ങി സൺസെറ്റൊക്കെ ഒരു 6 മണി 4 to 6 നൈസ് വൈബ് ആയിരിക്കുള്ളൂ. പിന്നെ കടമക്കുടി ഷാപ്പുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കടമക്കുടി അറ്റത്തേക്ക് എന്ന് കഴിഞ്ഞാൽ. ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ കയാക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് ഒരു 4-5 സെറ്റ് കയാക്കേഴ്സ് ഉണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന് എങ്ങനെ ഈ പേര് വന്നേ? തുണ്ടത്തുംകടവ് എന്നാണ് ഇതിൻ്റെ പേര്. അതാണ് കടമക്കുടി. നമ്മൾ പോയ സ്ഥലമില്ല, അതാണ് കടന്നാ കുടുങ്ങി നടന്ന് പണ്ട് വിളിച്ചേച്ച്. കാരണം റോഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് റോഡും ബസ്സും ഇതൊക്കെ വന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം കിട്ടും. അതിന് മുമ്പൊക്കെ വളരെ ചെറിയ വഴിയായിരുന്നത്. പാടങ്ങളാണ്, റൈറ്റും ലെഫ്റ്റും പാടം, അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയല്ലേ. അപ്പം അങ്ങനെയാണ് ആ പേര് വന്നത്. അത് പൊതുവേ കടമക്കുടി എന്നായി മാറി. ഇവിടെ എനിക്കൊന്ന് കൂടുതലും മീൻപിടുത്തമായിട്ട് ജീവിക്കുന്ന അതെ അതെ അതെ. കടമക്കുടി സൈഡിലേക്ക് മിക്കതും ഇത് തന്നെ ഫിഷിംഗ് ആണ്. പിഴല, കടമക്കുടി ഫിഷിംഗ് ആണ്. ചീനവല, പിന്നെ വഞ്ചിക്കൊണ്ട് ഇടണ വല, അങ്ങനത്തെ ഇതൊക്കെ. ഇതാണെങ്കിലും സിറ്റി ലൈഫിൽ നിന്നൊക്കെ നൈസാണ്, ഒന്നും പറയില്ല. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ലുലുമാളിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരമുള്ളൂ അല്ലേ? അതെ, ഒരു 15-20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്താം. അപ്പോൾ നമ്മൾ ഒരു വീക്കെൻഡിലൊക്കെ നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഫുഡും കിട്ടും, ഷാപ്പിൽ വന്ന ഫുഡും കിട്ടും. അതല്ലാതെ ചെറിയ സ്റ്റാളും പരിപാടിയൊക്കെ ഉണ്ട് കടമക്കുടിയിൽ. പിന്നെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ടല്ലേ? ഏകദേശം ഒരു 7-8 റിസോർട്ട് ഇവിടെ ഉണ്ട് കടമക്കുടിയിൽ. 3000 രൂപ, 2500 രൂപ. പിന്നെ ബോട്ടിംഗ് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ബോട്ടിംഗ് ആയിട്ടുള്ളത് ഇവിടെ. അതിൽ ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ കടമക്കുടി വെച്ചാൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെറിയ വഞ്ചി മോഡലാണ്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആലപ്പുഴ പോയ പോലെ ഒന്നുമല്ല, അത്രയും റഷ് ഒന്നുമില്ല. നമുക്ക് സമാധാനത്തിൽ പോയിട്ട് വരാവുന്ന ഒരു സ്ഥലമാണ്.